കൂട്ടുകാരെ, കൊച്ചു വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ ഒരു സ്പെഷ്യലാണ്. ഇവിടെ മന്തിയാണ് ഉണ്ടാക്കുന്നത്. മന്തി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ കുറച്ച് രീതിയിലും അങ്ങനെയുള്ളൊരു മന്തിയാണ്. നോക്കാം. ഇത് നമ്മൾ ബസ്മതി റൈസ് ഉണ്ട്, അത് കഴുകി വാരി വെച്ചിരിക്കുന്നത്. പിന്നെ മന്തിക്ക് ആവശ്യമുള്ളത്, റൈസിന് ആവശ്യമുള്ളത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഒരു ചെറിയ ഒനിയൻ, പിന്നെ ഒരു ലീഫ്, ഏലക്ക 2 പിന്നെ ചെറിയൊരു ഗ്രാമ്പൂ, പിന്നെ ഒരു പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഒരു ക്യാപ്സിക്കം. ഇത് കുറച്ച് ചോറ് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സാധനങ്ങളെടുത്ത്. ഇതിൽ കൂടുതൽ റൈസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൂട്ടണം. ആദ്യം അടുപ്പ് കത്തിച്ച് നമ്മളൊരു ചെമ്പടുപ്പിൽ വെച്ച് അതിന് ശേഷം നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് സാധാ ഏത് ഓയിൽ വെള്ളം ഒഴിക്കാം. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഓയിൽ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടണം. കുറച്ചിട്ടാൽ മതി, ഞാൻ ഇച്ചിരി ചോറുണ്ടാക്കുന്നുണ്ട്, അത് കുറച്ച്. പിന്നെ ബേ ലീഫ്, ഗ്രാമ്പൂ, ഒരു ചെറിയ പട്ട, കുറച്ച് കുരുമുളക്, 2 ഏലക്ക, പകുതി പീസ് ഒനിയൻ, പിന്നെ ഒരു ക്യാപ്സിക്കം. ഇത് ശരിക്ക് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ലീഫ് ചേർക്കാം. ഒന്നെങ്കിൽ നമ്മുടെ മറ്റേ പുതിനയിലെ ലീഫ് വേണേൽ നമുക്ക് കുറച്ച് ചേർക്കാം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അല്ലെ സ്പ്രിംഗ് ഒനിയൻ ആയാലും ചേർക്കാം. ഇത് രണ്ടിലേതെങ്കിലും ഒനിയൻ നമുക്ക് ചേർക്കാം, അതിന് കുഴപ്പമില്ല. ഇത് ഇച്ചിരി ഒന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റൈസ് ഇതിൻ്റെ കൂടെ ചേർക്കണം. റൈസും ഒന്ന് ചേർത്ത് ഇളക്കി റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ക്യൂബ് ഒരു പകുതി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ചിക്കൻ ക്യൂബിന് നല്ല ഉപ്പുള്ളതാണ്. നല്ലോണം വരട്ടണം. കുറച്ചൊന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചിക്കൻ ക്യൂബ് അതിൻ്റെ കൂടെ ചേർക്കണം. ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ടുള്ളതുകൊണ്ട് പകുതി ചിക്കൻ ക്യൂബ് ചേർക്കുന്നുള്ളൂ, ഫുള്ള് ചേർക്കുന്നില്ല. പകുതി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർക്കും. ഇത് കുറച്ചൊന്ന് ശരിക്കും ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ നമുക്ക് ഇഷ്ടമുള്ള ഏത് വാട്ടർ വെള്ളം ഒഴിക്കാം. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം അങ്ങനെ വേണം നമ്മൾ റൈസിന് വെള്ളം എടുക്കാൻ വേണ്ടി. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ റൈസ് ഏകദേശം റെഡിയായി. ഇനി നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കണം. ചിക്കൻ ആവശ്യമുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുക്കുക. പിന്നെ കുരുമുളക്, ചെറിയൊരു പട്ട, കുറച്ച് ചെറിയ ജീരകം, 2 ഏലക്കയും കൂടെ പൊടിച്ച് വെക്കുക. പിന്നെ ഒലിവ് ഓയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഒലിവ് ഓയിൽ ഒഴിക്കാം. ഏതെണ്ണ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച പൊടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് മുളക് പൊടി. നമ്മുടെ ചിക്കൻ കൂടുതലാണ്, അതിനനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം നമ്മൾ കൂട്ടണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ, ഒരു 5-6 ചെറിയ പീസ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ചിക്കൻ ക്യൂബ്സിൻ്റെ ബാലൻസ് ഉണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ കുഴച്ച് ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ കൂടുതൽ വെച്ചാലും നല്ലതാണ്. നമ്മുടെ സമയത്തിൻ്റെ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ഇതിനു വേണ്ടി വെക്കാം. അങ്ങനെ വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് എന്നിട്ട് വേറൊരു പാൻ എടുത്ത് പാനിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഫുള്ള് ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഇടുക. റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പച്ചമുളക് വെറുതെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവറാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും ഇച്ചിരി ഗരം മസാല ഇടുക. ഇവിടെ എല്ലാ ഫുഡിനും ഇങ്ങനെ ഗരം മസാല ഇടാറുണ്ട്, അതുകൊണ്ട് ഇട്ടാണ്. അപ്പോൾ നമ്മുടെ മന്തി റെഡിയായി.